This news is brought to you by Sri Shankaracharya Computer Center, Merchant Square, near bus stand, Cherubura. കൊലക്കേസ് പ്രതിയെ താൽക്കാലിക ആംബുലൻസ് ഡ്രൈവറായി നിയമിച്ച സംഭവം വിവാദമായതിനെ തുടർന്ന് പ്രസ്തുത ജീവനക്കാരനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. തൊടുപുഴ സ്വദേശിയും നിലവിൽ ചെറുപുഴ കോലുവള്ളിയിൽ വാടകയ്ക്ക് താമസക്കാരനുമായ ജോമിൻ ജോർജിനെയാണ് അടിയന്തരമായി ജോലിയിൽ നിന്നും നീക്കിയത്. ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തി മാൻഹോളിൽ തള്ളിയ കേസിലെ പ്രതിയാണ് ജോമിൻ ജോർജ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതോടെയാണ് അധികൃതർ നടപടിയെടുത്തത്. പഞ്ചായത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭരണസമിതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആംബുലൻസ് സർവീസ് നടത്തുന്നതിനായി രൂപീകരിച്ച സബ് കമ്മിറ്റിയാണ് കരാർ അടിസ്ഥാനത്തിൽ ജോമിനെ ഡ്രൈവറെ ചുമതലപ്പെടുത്തിയത്. എന്നാൽ ഇയാൾ കൊലക്കേസ് പ്രതിയാണെന്ന വിവരം സബ് കമ്മിറ്റിക്ക് അറിയില്ലായിരുന്നുവെന്നും മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ഇയാളെ ചുമതലയിൽ നിന്നും ഒഴിവാക്കാൻ ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്ത് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ കൊറോണയുടെ കാലഘട്ടത്തിലാണ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ജനകീയ ആംബുലൻസ് വാങ്ങിയത്. പുതിയ ഭരണസമിതി നിലയിൽ വന്നപ്പോൾ ഭരണസമിതിയിൽ നിന്ന് തന്നെ ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചു ആംബുലൻസിൻ്റെ നടത്തിപ്പിനായിട്ട്. അപ്പോൾ 3 ഡ്രൈവർമാരെ ഇപ്പോൾ ഭാരവാഹി ജോലി ചെയ്തിട്ടുണ്ട്. കാരണം കമ്മീഷൻ വ്യവസ്ഥയിലാണ് ജോലിക്കെടുത്തിരുന്നത്. ഇപ്പോൾ വന്നയാൾ നമുക്ക് ഇന്നലെ മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ അദ്ദേഹത്തെ വിളിച്ച് താക്കോൽ വാങ്ങിച്ചു, വണ്ടി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ ജോലിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ അന്നത്തെ ഭരണസമിതി ശ്രീ രാജമാഷിന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഒരു ആംബുലൻസ് ജനകീയ പങ്കാളിത്തത്തോടുള്ള ഒരു ആംബുലൻസ് മേടിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷവും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കമ്മിറ്റിനെ വെച്ചുകൊണ്ട് ആംബുലൻസിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോയിരുന്നു. അതിനുശേഷം പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം അന്നത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർ നമ്മുടെ പഞ്ചായത്തിൽ വരികയും നമ്മുടെ ആംബുലൻസിൻ്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെപ്പറ്റി മുമ്പോട്ട് പോകുന്നതിനെപ്പറ്റി ഞങ്ങളൊരു ആദ്യം ചർച്ച നടത്തുകയും ചെയ്തു. ഒരു സബ് കമ്മിറ്റീനെ നിയോഗിച്ചു. 4 അംഗ സബ് കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് തുടക്കത്തിൽ 1-2 ഡ്രൈവർമാർ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരികയും പക്ഷേ അവർക്കും അത് മുതലാകുന്നില്ല. പഞ്ചായത്ത് ഈ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് മുമ്പോട്ട് പോകാൻ അതിൻ്റെ വരുമാനം ലഭിച്ചിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സബ് കമ്മിറ്റി ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ ആളെ അന്വേഷിക്കുകയും ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ ഈ വന്ന വാർത്ത ഒരു പേരിന് അവിടെ ജോമിൻ ജോസ് എന്ന് പറയുന്ന വ്യക്തി ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ അതായത് 30% വ്യവസ്ഥയിൽ ഇത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിലോട്ട് വരികയും അങ്ങനെ കമ്മീഷൻ വ്യവസ്ഥയിൽ വന്ന ആളുടെ നമ്മൾ കുറേ പേരെ അന്വേഷിച്ചിരുന്നു. അതിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ഒരാളാണ് മുമ്പോട്ട് വന്നത്. അദ്ദേഹത്തിന് ഇതിൻ്റെ വർക്ക് ഏൽപ്പിക്കുകയും ഏകദേശം ഒരു 2 ആഴ്ചക്കാലത്തിനടുത്ത് അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ മാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു വലിയ പ്രമാദമായ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞത്. അങ്ങനെ അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിനോട് ഈ സബ് കമ്മിറ്റി വണ്ടി ഇവിടെ കൊണ്ടുവെക്കാനും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ദൃശ്യ നവമാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ വാർത്ത വലിയ രീതിയിൽ വന്നുകൊണ്ടാണ് ഇത്തരം പത്രസമ്മേളനം വിളിക്കുന്നത്. ഇത് പഞ്ചായത്ത് ഭരണസമിതിക്ക് നേരിട്ടുള്ള നിയമനമല്ലത്. ഇത് ഭരണസമിതിക്ക് പുറത്ത് ജനകീയ ആവശ്യത്തിന് വേണ്ടി മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് ആളെ നിയമിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിൽ ഒരു ഭരണസമിതി തീരുമാനം എടുക്കണം. പഞ്ചായത്തിനോ എത്ര ഡ്രൈവറെ നിയമിക്കാനോ പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ വരുന്ന ഒരു ആംബുലൻസും അല്ല ഇത്. ഇതൊരു പണ്ടത്തെ തുടർന്ന് വന്ന ഒരു സബ് കമ്മിറ്റിയുടെ പ്രവർത്തനം അതേപോലെ തന്നെ മുമ്പോട്ട് പോയിരുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ ഒരു നേരിട്ട് നടത്തിയ നിയമനമല്ല, സബ് കമ്മിറ്റി നടത്തിയ നിയമനം. അത് അദ്ദേഹം ഒരു പ്രതിയാണ്, ഒരു കേസിൽ പ്രമാദമായ ഒരു കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞ പാടെ തന്നെ അദ്ദേഹത്തെ ഈ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. പുനർപ്രവർത്തനം നടത്താൻ പറ്റും. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി നല്ല ആലോചന നടത്തി എടുത്ത തീരുമാനമാണ്. പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഒക്കെ ഈ കാര്യങ്ങൾ നീക്കാനുള്ള പ്രയാസമുള്ളതുകൊണ്ട് ഈ സബ് കമ്മിറ്റിനെ രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഡ്രൈവർമാരെ അവൈലബിളായ ഡ്രൈവർമാരെ അവർ നിയമിക്കുക. അവരുടേതായ മേൽനോട്ടത്തിൽ ഒരു പൈസ പോലും പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നില്ല. എണ്ണ അടിക്കാൻ ഉൾപ്പെടെ ഒരു പൈസ ചിലവഴിക്കാൻ സാധിക്കില്ല. ഇതൊരു ജനകീയ കമ്മിറ്റികളാണ്. തീർത്തും
അതിന് അന്നും ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ പ്രസിഡന്റ് ഒഴിവായതിനു ശേഷമാണ് ഈ സംവിധാനം നിലവിൽ വന്നത്. ഇത്തരം ഈ ഡ്രൈവർ ഈ ടൗണിൽ നന്നായി വണ്ടിയൊക്കെ ഓടിക്കുന്ന ഡ്രൈവറായിരുന്നു എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്തരം ഒരു വലിയ പ്രമാദമായ കേസിൽ ഇദ്ദേഹം പ്രതിയാണ് എന്ന് ഈ മാധ്യമങ്ങളും ബാക്കി പൊതുജനങ്ങൾ ചില ആളുകളുടെ ഇടയിൽ നിന്ന് വന്നപ്പോഴാണ് അറിഞ്ഞത്. ആ നടപടി പഞ്ചായത്ത് ഭരണസമിതി തീർത്തും പുനഃപരിശോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒഴിവാക്കി. ഇനിയിപ്പോൾ ഇത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഭരണസമിതി ആലോചിച്ച് തീരുമാനിച്ചു. പറഞ്ഞതുപോലെ 2021 കോവിഡ് കാലത്താണ് ഇങ്ങനൊരു ആശയം വന്നത്. ചെറുപുഴ പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടൊരു തീർത്തും പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരു ആംബുലൻസ് വാങ്ങുകയും അത് ഫലപ്രദമായി നമ്മുടെ ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ആംബുലൻസിൻ്റെ പ്രവർത്തനം കുറച്ച് ബാധ്യത വരികയുണ്ടായി. അത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വ്യക്തിപരമായി അദ്ദേഹം കൈകാര്യം ചെയ്തു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ ആംബുലൻസിന് കുറച്ച് ബാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഭരണസമിതിയിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഒരു സബ് കമ്മിറ്റി 4 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സബ് കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനം നിലവിൽ 1-2 ഡ്രൈവർമാരെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ അത് ഫലപ്രദമായി അവിടെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നില്ല. ഇനിയും ബാധ്യതകൾ വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കമ്മിറ്റി കൂടുകയും ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ അതായത് 30% എന്ന നിലയിൽ കൂടുന്ന തുകയുടെ 30% ഡ്രൈവർക്ക് കൊടുക്കുകയും ബാക്കി വണ്ടിയുടെ എണ്ണ അടിക്കാനും മെയിൻ്റനൻസും നടത്തിയാൽ പോലും നഷ്ടമില്ലാത്ത നിലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന അടിസ്ഥാനത്തിലാണ് അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രൈവറെ ചെറുപുഴ സ്റ്റാൻഡിൽ വാഹനം ഓടിക്കുന്ന ഒരാളെന്ന നിലയിലാണ് അന്ന് അദ്ദേഹത്തെ നിശ്ചയിച്ചത്. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.